അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ അടുത്ത 4ാമത്തെ ചാപ്റ്ററിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ 2 വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുക. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം നോക്കുക. ദ ബിസിനസ് ഓഫ് ദ ഫേം ഈസ് ടെർമിനേറ്റഡ്. ഒരു ബിസിനസ് ഫേം എപ്പോഴാണ് ടെർമിനേറ്റ് ചെയ്യുക, അതായത് അവസാനിക്കൽ എപ്പോഴാണ്? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് അവസാനിക്കുമ്പോൾ, റിട്ടയർമെൻറ്റ് ഓഫ് പാർട്ണർ, ഒരു പാർട്ണർ റിട്ടയർ ചെയ്ത് പോകുമ്പോൾ, ഡെത്ത് ഓഫ് പാർട്ണർ, ഒരു പാർട്ണർ മരിക്കുമ്പം, ഡിസൊല്യൂഷൻ ഓഫ് ഫേം ഡിസൊല്യൂഷൻ ചെയ്യുമ്പോൾ. ഓക്കെ, ഡിസൊല്യൂഷൻ ഓഫ് ഫേമാണ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ പാർട്ണർമാർക്കിടയിലുള്ള ബന്ധമാണ് അവിടെ നിൽക്കുന്നുള്ളൂ. അതേസമയം ഫേം എന്താവുന്നുണ്ട്, അവിടെ ബാക്കിയാവുന്നുണ്ട്. അപ്പോൾ ഡിസൊല്യൂഷൻ ഓഫ് ഫേമാണ് അവിടെ ഉത്തരം വരുന്നത്. അടുത്തത്, അൺറെക്കോർഡഡ് അസറ്റ് റിയലൈസ്ഡ് അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ, അത് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു അക്കൗണ്ട്. അതായത് അൺറെക്കോർഡഡ് ആയിട്ടുള്ളൊരു അസറ്റ് ഉണ്ട്, രേഖപ്പെടുത്താത്തൊരു അസറ്റ് നമ്മളടുത്തുണ്ട്. അത് ഡിസൊല്യൂഷൻ്റെ സമയത്ത് നമ്മൾ എവിടേക്കാണ് അതിനെ ക്രെഡിറ്റ് ചെയ്യേണ്ടത്? റിയലൈസേഷൻ അക്കൗണ്ടിലേക്കാണ്. ഓക്കെ, മറ്റേ 3 സാധനങ്ങളും എന്തല്ല, നമ്മളെ ഈ ഡിസൊല്യൂഷൻ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ഉണ്ടാക്കുന്നതല്ല. ഓക്കെ, റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് എന്താക്കണം, അതിനെ ട്രാൻസ്ഫർ ചെയ്യണം. അടുത്തത്, അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം, ഒരു ഫേം ഡിസൊല്യൂഷൻ ചെയ്യുന്ന സമയത്ത് വെച്ചാൽ നിർത്തി പോകുന്ന അവസരത്തിൽ എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലയബിലിറ്റി വിൽ ബി പെയ്ഡ് ഫസ്റ്റ്? ആദ്യം ഏത് ലയബിലിറ്റിയാണ് കൊടുക്കുക? അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ബിസിനസ് നമ്മൾ നിർത്തി പോവുകയാണ്. പോകുന്ന സമയത്ത് ബാധ്യതകൾ അടച്ചു വീട്ടുന്നതിനൊരു ഓർഡർ ഉണ്ട്. ആദ്യം നമ്മൾ തേർഡ് പാർട്ടി, അതായത് ബിസിനസ്സിൻ്റെ പുറത്തുള്ള ആളുകളുടെ കടമാണ് ആദ്യം നമ്മൾ വീട്ടുക. ഓക്കെ, അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പാർട്ണർമാരത് എന്താവുക, വീട്ടുക. ആദ്യം നമ്മൾ ബിസിനസ്സിൻ്റെ പുറത്തുള്ള ആളുകൾ. അപ്പോൾ ഇവിടെ നോക്കുക, ഔട്ട്സ്റ്റാൻഡിങ് സാലറി ടു പാർട്ണേഴ്സിന് കൊടുക്കാനുള്ള സാലറിയാണ്, അതെന്തല്ല പുറത്തുള്ള ആളല്ല. പിന്നെ പാർട്ണേഴ്സിൻ്റെ ലോൺ, അതും പുറത്തുള്ളതല്ല, പാർട്ണേഴ്സിൻ്റെ ലോണാണ്. പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ, അതുമല്ല സൺട്രി ക്രെഡിറ്റേഴ്സ്, ഇത് പുറത്തുള്ള ആളതാണ്. അപ്പോൾ അതാണ് നമ്മൾ എന്താക്കുക, ആദ്യം വീട്ടുക. അടുത്തത്, പ്രോഫിറ്റ് ഓൺ റിയലൈസേഷൻ ഈസ് ക്രെഡിറ്റഡ്. അതായത് റിയലൈസേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ അസറ്റുകളൊക്കെ നമ്മൾ വിറ്റു, ക്യാഷാക്കി, ലയബിലിറ്റികളൊക്കെ നമ്മൾ കൊടുത്ത് വീട്ടി, എന്നിട്ട് ബാക്കിയുള്ളതിനാണ് നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയാം. ഈ പ്രോഫിറ്റ് നമ്മൾ എങ്ങോട്ടാണ് എന്താവുക, മാറ്റുക? ഈ പൈസ ആർക്കുള്ള പൈസയാണ്? പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റലിനുള്ളതാണ് കേട്ടോ. പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് നമ്മൾ ആ പൈസ മാറ്റുക. അടുത്ത ചോദ്യം, അൺറെക്കോർഡഡ് അസറ്റിനെ, അതായത് രേഖപ്പെടുത്താത്തൊരു ആസ്തി അവിടെ ഉണ്ടായിരുന്നു, അതിനെ ഒരു പാർട്ണർ എടുക്കുന്ന സമയത്ത്, ടേക്കൺ ഓവർ ബൈ എ പാർട്ണർ, ഒരു പാർട്ണർ എടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എവിടെയാണ് കാണിക്കുക? ഡെബിറ്റ് സൈഡാണോ ക്രെഡിറ്റ് സൈഡാണോ? അത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെയാണ് റിയലൈസേഷൻ അക്കൗണ്ട് ഉണ്ടാക്കുക. അപ്പോൾ അൺറെക്കോർഡഡ് അസറ്റിന് നമ്മൾ ഈ ഭാഗത്താണ് എന്താ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നോക്കുക, ഡെബിറ്റ് സൈഡാണോ? അല്ല, ഇത് ക്രെഡിറ്റ് സൈഡ് ഓഫ് റിയലൈസേഷൻ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ബാധ്യത ഏത് ഭാഗത്തായിരിക്കും നമ്മൾ ചേർക്കുക? ഒരു അൺറെക്കോർഡഡ് ലയബിലിറ്റി ഉണ്ട്, അതിന് നമ്മൾ എവിടെയാണ് ചേർക്കുക? ഇവിടെയാണ് ചേർക്കുക, ഡെബിറ്റ് സൈഡ് ഓഫ് റിയലൈസേഷൻ അക്കൗണ്ട്. ഓക്കെ, മനസ്സിലാക്കി വെക്കട്ടോ. അടുത്ത ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോയിങ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം? ഒരു പാർട്ണർഷിപ്പ് ഫേം നിർത്തി പോകുന്ന സമയത്ത് താഴെ പറയുന്നതിൽ ഏത് അക്കൗണ്ടാണ് ഉണ്ടാക്കുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അല്ല, റിവാലുവേഷൻ അല്ല, റിയലൈസേഷൻ അക്കൗണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, റിയലൈസേഷൻ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ്. റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നു എപ്പം? ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ സാധനം, അതിൻ്റെ എന്താണ് നേരെ എതിർവശം ചോദിച്ചതാണ് കേട്ടോ. അടുത്ത ചോദ്യം, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് റിസർവ് അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം ആർ ട്രാൻസ്ഫേർഡ്. വെച്ചാൽ നമ്മൾ ബിസിനസ് നിർത്തി പോകുന്ന സമയത്ത് അക്യുമുലേറ്റഡ് പ്രോഫിറ്റും റിസർവും ഈ സാധനങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ നമ്മൾ എങ്ങോട്ടാണ് മാറ്റുക? ഈ സാധനങ്ങൾ എന്താവില്ല, റിയലൈസേഷൻക്കല്ല മാറ്റുക, പിന്നെ ഈ സാധനങ്ങൾ പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് മാറ്റുക. ഓക്കെ, അത് നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ ബിസിനസ്സിൻ്റെ അസറ്റുകളും ലയബിലിറ്റി, അതായത് മുതലാളിമാരുമായി ബന്ധമില്ലാത്ത ലയബിലിറ്റി മാത്രമേ എന്താവുള്ളൂ അവിടെ ചേർക്കുള്ളൂ. ഓക്കെ, റിസർവ് എന്താവില്ല, മുതലാളിമാരുമായി ബന്ധപ്പെട്ടതാണ്, പാർട്ണേഴ്സുമായി ബന്ധപ്പെട്ടതാണ്, അത് അവിടെ അടയാളപ്പെടുത്തില്ല, അത് പിന്നെ ക്യാപിറ്റലാണ് എന്താവുക അടയാളപ്പെടുത്തുക. അടുത്തത്, ഓൺ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം, ഒരു ഫേം എന്താണ് പൂട്ടിപ്പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ മെഷീനറി അസറ്റാണ്, അത് ട്രാൻസ്ഫേർഡ് ടു എങ്ങോട്ടാണെന്നൊക്കെ അതിനെ ട്രാൻസ്ഫർ ചെയ്യാം? റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക്. നമുക്കറിയാലോ, റിയലൈസേഷൻ അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ അസറ്റ് മൊത്തം എന്താക്കും, രേഖപ്പെടുത്തും. ഏത് ഭാഗത്ത്? ഡെബിറ്റ് ഭാഗത്ത്.
ലാബിലിറ്റി മൊത്തം എന്താകും ക്രെഡിറ്റ് ഭാഗത്ത് രേഖപ്പെടുത്തും. പിന്നെ അത് റിയലൈസ് ചെയ്യുന്ന സമയത്ത് എന്താകും ഓപ്പോസിറ്റിലും രേഖപ്പെടുത്തും. അത് ഇൻഷാ അല്ലാഹ് റിയലൈസേഷൻ അക്കൗണ്ട് ആകുന്ന സമയത്ത് ഒന്നുകൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ ബോധ്യപ്പെടും. അടുത്ത ചോദ്യം അൺറെക്കോർഡ് ലാബിലിറ്റി. ഞാൻ നേരത്തെ അൺറെക്കോർഡ് അസറ്റിനെ കുറിച്ച് പറഞ്ഞു. ആ സമയത്ത് ലാബിലിറ്റി എവിടെ രേഖപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം കംപ്ലീറ്റ് ദ വർക്ക് ഷീറ്റ് ബേസ്ഡ് ഓൺ ദ ഹിൻറ്റ് ഗിവൺ ബിലോ. സൂചനക്കനുസരിച്ച് ബാക്കിയും കൂടെ പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. ട്രാൻസ്ഫർ ഓഫ് അസറ്റ്, അസറ്റിനെ എന്ത് ചെയ്യുകയാണ്? റിയലൈസേഷൻക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെയായിരിക്കും വരിക? ഇതാണ് ജേണൽ എൻട്രീൻ്റെ ഇതാണ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട്. റിയലൈസേഷൻ അക്കൗണ്ടിൽ ആദ്യം നമ്മൾ അസറ്റിനെ ട്രാൻസ്ഫർ ചെയ്യൽ എങ്ങനെയാണ് നോക്കുക? അസറ്റുകൾ മൊത്തം നമ്മൾ ഈ ഭാഗത്ത് ചെയ്തു. ഓക്കെ, ലാബിലിറ്റീസ് മൊത്തം നമ്മൾ എന്താക്കും? ഈ ഭാഗത്ത് ചെയ്തു. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി എന്താണ് വരിക? നമുക്കറിയാം ഇത് ബൈ സൈഡാണ്, ഇത് ടു സൈഡാണ്. ഇത് ബൈ സൈഡാണ്, ഇത് ടു സൈഡാണ്. ഈ എല്ലാ സാധനത്തിൻ്റെയും ഇപ്പോൾ ലാബിലിറ്റീസ് അക്കൗണ്ട് അപ് ടു ഈ എല്ലാ ബൈ സൈഡിൻ്റെയും ടു സൈഡായി വരലാരാണ്? റീവാലുവേഷൻ അക്കൗണ്ടാണ്. ഇത് മൊത്തം ടു സൈഡാണ്. ടു സൈഡ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ഭാഗമാണ്. അപ്പോൾ ഇതൊക്കെ ക്രെഡിറ്റ് ഭാഗമാണെങ്കിൽ അതിൻ്റെ ഡെബിറ്റ് ഭാഗം എന്തായിരിക്കും? റിയലൈസേഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ജേണൽ എൻട്രി നോക്ക്. ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ടു റിയലൈസേഷൻ. റിയലൈസേഷനിലേക്ക് എന്താവാണ്? അസറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് അപ് ടു അസറ്റ്. ഇനി അടുത്ത ജേണൽ എൻട്രി ഇവിടെ നോക്ക്. സെയിൽ ഓഫ് അസറ്റ്. അസറ്റ് വിൽക്കുന്ന സമയത്ത് എന്താണ് ജേണൽ എൻട്രി ഉണ്ടാവുക? അസറ്റ് വിറ്റിട്ട് നമ്മൾ എവിടെ രേഖപ്പെടുത്തുക? അസറ്റിന് നമ്മൾ ഇവിടെയാണ് രേഖപ്പെടുത്തുക. ലാബിലിറ്റി നമ്മൾ കൊടുത്തു വിട്ടും ഇവിടെയാണ് രേഖപ്പെടുത്തുക. അപ്പോൾ ഇവിടെ ജേണൽ എൻട്രി എന്തുണ്ടാവുക? ഇവിടെ ക്യാഷ് എന്നാണ് ഉണ്ടാവുക. ഓക്കെ, വിറ്റ് കഴിഞ്ഞാൽ പിന്നെ ക്യാഷ് ആയിട്ടാണ് അല്ലെങ്കിൽ ബാങ്ക് ആയിട്ടാണ് കിട്ടുക. അപ്പോൾ ജേണൽ എൻട്രി എന്താ ഉണ്ടാകുക നോക്കുക? ഈ ഭാഗത്തല്ലേ വന്നത്? അപ്പോൾ ഇത് ഡെബിറ്റ് ഭാഗമാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട് നടക്കുക. ഇനി ഇവിടെ ഒരു സാധനമുണ്ട്, ലാബിലിറ്റീസ് അക്കൗണ്ട് അപ് ടു റിയലൈസേഷൻ എന്ന് കാണുന്നുണ്ട്. ലാബിലിറ്റീസ് അക്കൗണ്ട് അപ് ടു റിയലൈസേഷൻ ഇത് എപ്പോഴാണ്? ഇത് ട്രാൻസ്ഫർ ഓഫ് ലാബിലിറ്റീസ് ടു റിയലൈസേഷൻ. ട്രാൻസ്ഫർ ഓഫ് ലാബിലിറ്റീസ് ടു റിയലൈസേഷൻ. ഓക്കെ, നമ്മൾ കുറച്ച് സമയം ഒന്ന് ഇരുന്നായിട്ടൊന്ന് ആലോചിക്കണം കേട്ടോ. ഇത് വളരെ സിമ്പിളാണ്. ജേണൽ എൻട്രി ചെയ്താൽ പറഞ്ഞാൽ ടഫുള്ള സാധനമല്ല. ഈ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർമ്മ ഉണ്ടായാൽ മതി. ബാക്കി നമുക്ക് കൈമന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യം സ്റ്റേറ്റ് ആൻഡ് ടു ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഫേമും അതുപോലെ തന്നെ പാർട്ണർഷിപ്പും ഇത് രണ്ടും ഡിസൊല്യൂഷൻ ചെയ്യുമ്പോൾ തമ്മിലുള്ള മാറ്റം എന്താണെന്നുള്ളത് രണ്ട് മാറ്റം എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ചോദ്യം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കൂട്ടോ. ഒന്നുമില്ല, പാർട്ണർഷിപ്പ് ഡിസൊല്യൂഷൻ ചെയ്യുന്ന സമയത്ത് പാർട്ണർഷിപ്പ് മാത്രമേ എന്താവുന്നുള്ളൂ നിർത്തുന്നുള്ളൂ, ബിസിനസ് നിൽക്കുന്നില്ല. ഒരു മാറ്റം. അതേസമയം ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ ബിസിനസ് തന്നെ നിന്ന് പോകുന്നുണ്ട്. ഓക്കെ, അപ്പം മാറ്റമില്ലേ. രണ്ടാമത്തത് പിന്നെ പാർട്ണർഷിപ്പിൻ്റെ സമയത്ത് പാർട്ണർഷിപ്പ് നിൽക്കുന്ന സമയത്ത് നമ്മൾ റീവാലുവേഷനാണ് ഉണ്ടാക്കുക. അതേസമയം ഫേം നിർത്തി പോകുന്ന സമയത്ത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടാണ് ഉണ്ടാക്കുക. രണ്ട് മാറ്റമായി. ഇനി അടുത്ത് നോക്കുക. ജോസ് ആൻഡ് ജോയി ആർ പാർട്ണേഴ്സ്. രണ്ടാളും ഫേമിലെ ആളുകളാണ്. അങ്ങനെ ഡ്യൂ ടു ഹെവി ലോസ്, ഗംഭീര നഷ്ടം കാരണം ജോയി ഡിമാൻഡ് ഡിസോൾവ് ദ ഫേം. ജോയി എന്താക്കുകയാണ്? ബിസിനസ് നിർത്തി പോകാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. മെൻഷൻ ആനി 4 ways ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഫേം നിർത്തി പോകുന്ന മറ്റുള്ള 4 വഴികൾ എഴുതാനാണ് പറഞ്ഞത്. ഓക്കെ, ഫേം നിർത്തി പോകുന്ന 4. ഒന്ന് കോടതി ഇടപെട്ടായിട്ട് പറയാണ് നിർത്താൻ. പിന്നെ അതല്ലെങ്കിൽ അഗ്രിമെൻറ്റ്, ഇത്ര വർഷത്തേക്കുള്ളതായിരുന്നു ഫേം, അത് കഴിഞ്ഞാൽ നിർത്തുമെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഗ്രിമെൻറ്റ് വൈകിട്ട് എന്താക്കുക? അങ്ങനെയും ഫേം എന്താവും? അവസാനിക്കും. അതല്ലെങ്കിൽ നിരന്തരം അഗ്രിമെൻറ്റ് തെറ്റിച്ച് കഴിഞ്ഞാലും എന്താവും? ഫേം ഡിസോൾവ് ആവും. ഓക്കെ, അല്ലെങ്കിൽ ബിസിനസ് എന്തായി മാറി? ഇല്ലീഗലായി മാറി. ഇത്രകാലം നടന്നിരുന്നൊരു ബിസിനസ് അത് സർക്കാർ എന്തായി പെട്ടെന്ന് നിരോധിച്ച്, അപ്പോൾ അത് സ്വാഭാവികമായിട്ട് എന്താവും? ഡിസോൾവ് ആവും. ഓക്കെ, അപ്പോൾ 4 കാരണങ്ങൾ നമ്മളവിടെ പറഞ്ഞു. അടുത്ത ചോദ്യം റൈറ്റ് ഡൗൺ ജേണൽ എൻട്രീസ് ഫ്രം ദ ഫോളോയിങ് ദ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം. ഒരു പാർട്ണർഷിപ്പ് ഫേം ഓക്കെ അത് ഡിസൊല്യൂഷൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ജേണൽ എൻട്രി എന്താണ് വരിക? റിയലൈസേഷനുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രിയാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് സെയിൽ ഓഫ് അസറ്റാണ്. ഈ ജേണൽ എൻട്രി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് റിയലൈസേഷൻ അക്കൗണ്ടാണ്. ആദ്യം നമ്മൾ അസറ്റ് ഇവിടെ എഴുതി, ലാബിലിറ്റീസ് ഇവിടെ എഴുതി.
ഇനി അസറ്റ് വിൽക്കണ സമയത്തുള്ള ജേണൽ എൻട്രിയാണ് എഴുതാൻ വേണ്ടി പറഞ്ഞത് സെയിൽ ഓഫ് അസറ്റ്. അപ്പോൾ ഇവിടെയാണ് ഉണ്ടാവുക. ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് ഇത് ബൈ സൈഡാണ്. ഈ ബൈ സൈഡ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ഭാഗമാണ്. ഇതിൻ്റെ ക്രെഡിറ്റ് സൈഡ് എന്തായിരിക്കും? റിയലൈസേഷൻ ആയിരിക്കും. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ജേണൽ എൻട്രിയാണ് നമ്മൾ എന്താക്കുന്നത് വിശദീകരിക്കുന്നില്ല. ഇനി പേയ്മെൻറ്റ് ഓഫ് റിയലൈസേഷൻ എക്സ്പെൻസ്. റിയലൈസേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ റിയലൈസ് ചെയ്യാൻ കുറച്ച് ചിലവുകളുണ്ടാവും. സാധനങ്ങൾ വിൽക്കാനും പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചിലവുകളുണ്ടാവും. ആ ചിലവ് സാധാരണ ആരാണ് കൊടുക്കൽ? ഫേമാണ് കൊടുക്കൽ. ഓക്കെ. അപ്പോൾ ആ ഫേം കൊടുക്കുമ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എന്താ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ എന്താക്കുന്നത് ഇവിടെ പറയണത്. നോക്കുക, പേയ്മെൻറ്റ് ഓഫ് റിയലൈസേഷൻ എക്സ്പെൻസ് നോക്കുക, അതിന് ജേണൽ എൻട്രി ആദ്യം അത് എവിടെ രേഖപ്പെടുത്തുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെയാണ് നമ്മൾ എന്താക്കുക രേഖപ്പെടുത്തുക. ഓക്കെ, ക്യാഷ് ബ്രാക്കറ്റിൽ നിന്നുണ്ടാവും, റിയലൈസേഷൻ എക്സ്പെൻസ് എന്നുണ്ടാവും. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, അതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെയാണ് വരിക? റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഓക്കെ. അടുത്ത ചോദ്യം, ലിസ്റ്റ് ഔട്ട് എനി 2 items നോട്ട് ട്രാൻസ്ഫേർഡ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. ഓക്കെ. അസറ്റ് സൈഡിൽ നിന്ന് ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ നിന്ന് റിയലൈസേഷൻക്ക് പോവാത്ത 2 ഐറ്റംസിൻ്റെ പേര്, റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് പോവാത്ത 2 ഐറ്റംസിൻ്റെ പേര്. അത് അസറ്റ് സൈഡിൽ നിന്ന് തന്നെ വേണം. ക്യാഷ് എന്താവില്ല, അങ്ങോട്ട് പോകില്ല. അസറ്റും അങ്ങോട്ട് പോകില്ല. അതുപോലെ തന്നെ ഫിക്റ്റീഷ്യസ് അസറ്റ്, ഇങ്ങനെ 3 സാധനം എന്താവില്ല, അതിൽ പെടുന്നതല്ല. അത് പ്രത്യേകം എന്താക്കുക, ഓർമ്മിച്ച് വെക്കുക. അടുത്ത ചോദ്യം, സെലക്ട് ദ സ്യൂട്ടബിൾ അക്കൗണ്ട് ഫ്രം ദ ബ്രാക്കറ്റ് ഫ്രം ദ ഫോളോയിങ്. താഴെ 2 സാധനം കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രാക്കറ്റ് എടുത്തു. ഇതാണ് ബ്രാക്കറ്റ്. ഇതിലേക്ക് അതിന് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞത്. ഓൺ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം, ഒരു ഫേം നിർത്തി പോവുകയാണ്. ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്നേഴ്സ് ആർ ക്ലോസ്ഡ്. ക്യാപിറ്റലിൻ്റെ അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യണത് ട്രാൻസ്ഫറിങ് ക്യാപിറ്റൽ ബാലൻസിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് വഴി എങ്ങോട്ട്? ഡാഷ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കേട്ടോ. ഓക്കെ. ഇനി എത്രയാണ് കൊടുക്കാനുള്ളത് അത് നമ്മൾ ബാങ്കിലേക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെയാണ്. അതായത് ബിസിനസ് പൂട്ടി പോവുകയാണ്. ഇനി എന്തില്ല, ക്യാപിറ്റൽ അക്കൗണ്ട് ഒന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്യില്ല. ക്യാപിറ്റൽ അക്കൗണ്ട് ഫിനിഷ് ചെയ്യുകയാണ്. ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ബാലൻസിനെ നമ്മൾ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക എന്ന ചോദ്യം? ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. ഒന്നാമത്തത്. രണ്ടാമത്തത്, അക്യുമുലേറ്റഡ് ലോസ് അപ്പിയറിങ് ഇൻ ദ ബാലൻസ് ഷീറ്റിൽ എന്തുണ്ട്? ലോസ് കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതെങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക? ബാലൻസ് ഷീറ്റിൽ ലോസ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ ലോസിന് ആര് കൊടുക്കേണ്ട ലോസാണ്? ഈ പാർട്ണർമാർ കൊടുക്കേണ്ട ലോസാണ്. അപ്പോൾ അത് അവരുടെ പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ഉണ്ടാവുക, പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ. അവിടെയാണ് ഉണ്ടാവുക. അത് അങ്ങനെ അതിലേക്കാണ് അതെന്താ ട്രാൻസ്ഫർ ചെയ്യുക. അടുത്ത ചോദ്യം, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് ലോസ് എങ്ങനെ, നഷ്ടം എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക? നഷ്ടം ട്രീറ്റ് ചെയ്യൽ എങ്ങനെയാണ്? നഷ്ടം വന്നാൽ നമ്മൾ എവിടെ നിന്നാണ് പൈസ എടുത്ത് കൊടുക്കുക എന്നാണ് ചോദ്യം. ആദ്യം നമ്മൾ പൈസ എടുത്ത് കൊടുക്കുക, പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കും, ലാഭത്തിൽ നിന്ന് എടുത്ത് കൊടുക്കും. എന്നിട്ടും അത് തികഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെന്താവുന്നോ, നമ്മളെ ക്യാപിറ്റലിൽ നിന്ന് എടുത്ത് കൊടുക്കും. എന്നിട്ടും നഷ്ടം എന്തായിട്ടില്ല, വീടിയിട്ടില്ലെങ്കിൽ ഓരോരുത്തർ പേഴ്സണലായിട്ട് എന്താവുന്നോ സ്വന്തം പൈസ എടുത്തായിട്ട് റേഷ്യോ ആനുപാതികമായിട്ട് എന്താവുന്നോ പൈസ എടുത്തായിട്ട് കൊടുക്കും. ഓക്കെ. അടുത്ത ചോദ്യം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ദ ഹിൻസ്. സൂചനക്കനുസരിച്ച് പൂരിപ്പിക്കാനാണ് പറഞ്ഞത്. നോക്കത് ഇതുമായി ബന്ധപ്പെട്ടതാ. ട്രീറ്റ്മെൻറ്റ് ഓഫ് ലോസ്, നഷ്ടം എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാം? ഒന്ന് ഫസ്റ്റ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്, നെക്സ്റ്റ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ. ഇത്രയേ ഉള്ളൂ. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ചോദ്യം കേട്ടോ, റിപ്പീറ്റാണേ, നോക്കുക. അടുത്ത ചോദ്യം, ഗിവ് ജേണൽ എൻട്രീസ് അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം. ഫേം ഡിസൊല്യൂഷൻ ചെയ്യുകയാണ്. ഫേം ഡിസൊല്യൂഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ് ജേണൽ എൻട്രി ഉണ്ടാവുക? ഒന്നാമത്തതായിട്ട് ഡിസൊല്യൂഷൻ എക്സ്പെൻസ് എമൗണ്ട്. ഡിസൊല്യൂഷൻ എക്സ്പെൻസ് വെച്ചാൽ റിവാലുവേഷൻ എക്സ്പെൻസാണ്, റിയലൈസേഷൻ എക്സ്പെൻസാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ഈ ഭാഗത്താണ് ഇത് എക്സ്പെൻസിനെ ക്യാഷ് ആണല്ലോ, ഇത് റിയലൈസേഷൻ എന്നുണ്ട്. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ്. ഓക്കെ. എമൗണ്ട് നിങ്ങൾ എഴുതണം കേട്ടോ. അടുത്തത്, ഈ സാധനത്വം അതായത് ഡിസൊല്യൂഷൻ എക്സ്പെൻസ് ആര് കൊടുക്കുകയാണ്? ബാബു കൊടുക്കുകയാണ്. ബാബു ഒരു പാർട്ണറാണ്. ഡിസൊല്യൂഷൻ എക്സ്പെൻസിന് കൊടുക്കുന്നത് ആരാണ്? ബാബു ആണ്. ബാബു അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അവിടുത്തെ ജേണൽ എൻട്രി എന്താ ഉണ്ടാവുക എന്നാണ് ചോദ്യം. ഓക്കെ. അപ്പോൾ നോക്കുക, ഒരു 6500 ബാബു ആ എക്സ്പെൻസ് കൊടുക്കുകയാണെങ്കിൽ ബാബുവിൻ്റെ ക്യാപിറ്റൽ അത്രയും 6500 എന്താക്കണം? ഇനി നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ ഓൻ്റെ ക്യാപിറ്റൽ കൂടുന്ന പരിപാടിയാണെന്ത്? ഓൻ എക്സ്പെൻസ് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓൻ്റെ ക്യാപിറ്റൽ കൂടുന്ന പരിപാടിയാണ്. അപ്പോൾ ടു ബാബൂസ് ക്യാപിറ്റൽ കൂടുമ്പം ലാബിലിറ്റിയാണ്, ലാബിലിറ്റി കൂടുമ്പോൾ എന്താക്കണം? ക്രെഡിറ്റ് ചെയ്യണം. ബാബൂസ് ക്യാപിറ്റൽ. അപ്പം മേലെ എന്താ ഉണ്ടാവുക? റിയലൈസേഷൻ. ഓക്കെ. റിയലൈസേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു ബാബൂസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇങ്ങനെയാണ് ഉണ്ടാവുക.
അടുത്ത ചോദ്യം, പാർട്ണർഷിപ്പ് ഡിസൊല്യൂഷനും പാർട്ണർഷിപ്പ് ഫേമും ഇത് രണ്ടും തമ്മിലുള്ള മാറ്റം അത് നമ്മൾ മുമ്പ് പറഞ്ഞു കേട്ടോ. 2019 ചോദിച്ചിട്ടുണ്ട്, 20 ചോദിച്ചിട്ടുണ്ട്, 22 ചോദിച്ചിട്ടുണ്ട്, 24 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പഠിച്ച് വെച്ചോ, ആവശ്യം ഉണ്ടാവും കേട്ടോ. അടുത്തത് 21ാമത്തെ ചോദ്യം, അതും ജേണൽ എൻട്രി ചെയ്താലുള്ളതാണ്. ഒന്ന്, രോഹിത് എ പാർട്ണർ. രോഹിത് എന്താണ്? ഒരു പാർട്ണറാണ്. അദ്ദേഹം 7500 സ്റ്റോക്ക് എന്തായി രോഹിത് എടുത്തു. അതിൻ്റെ അർത്ഥം എന്താ? ഇനി രോഹിത്തിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് 7500 രോഹിത്തെ അങ്ങോട്ട് കൊടുക്കണം, ഫേമിന് അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക വേണ്ടത്. അപ്പോൾ രോഹിത്തിൻ്റെ ക്യാപിറ്റൽ കുറയല്ലേ ചെയ്യുന്നത്? നോക്കുക, ക്യാപിറ്റൽ കുറയുമ്പോൾ മേലെ ഇതാണെന്നല്ലേ നമ്മൾ പഠിച്ചത്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ലാബിലിറ്റിയാണ്. ലാബിലിറ്റി കുറയുമ്പോൾ എന്താക്കണം? ഡെബിറ്റ് ചെയ്യണം. രോഹിത്ത് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ജേണൽ എൻട്രി ഉണ്ടാവുക. അടുത്ത ചോദ്യം നോക്കുക, കിരൺ എ പാർട്ണർ റിയലൈസേഷൻ എക്സ്പെൻസ് 1500 റുപ്യ എന്താക്കി ഫേമിന് പകരം കിരൺ കൊടുത്തു. ഇത് മേലെ പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്യട്ടോ, ഒരാൾ കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളത്. അടുത്ത ചോദ്യം, ലോസ് ഓൺ റിയലൈസേഷൻ 6300 ട്രാൻസ്ഫർ ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് റിയലൈസേഷൻ്റെ ലോസ് എങ്ങനെയാണ് എന്താക്കുക, പിന്നെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. നോക്കുക, ഇതാണ് എന്ത്? റിയലൈസേഷൻ അക്കൗണ്ട്. ലോസ് ആണെങ്കിൽ ഏത് ഭാഗത്താണ് ഉണ്ടാവുക? ഈ ഭാഗത്താണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിന് ജേണൽ എൻട്രി എങ്ങനെയാണ് വരിക? രോഹിത് അക്കൗണ്ട് ഡെപ്റ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. രോഹിത് അക്കൗണ്ട് ഡെപ്റ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. രോഹിത് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. അങ്ങനെയാണ് വരിക. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാമെന്നല്ലേ ചോദിച്ചത്? സോറി. അതെ, കാരണം എന്താണെന്നറിയോ? ഇവിടെ ലോസ് അല്ലേ. ലോസ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മളെ ക്യാപിറ്റലിൽ നിന്ന് പൈസ അങ്ങോട്ട് പോവുകയാണ് ചെയ്യുക. ക്യാപിറ്റലിൽ നിന്ന് പൈസ കുറയുമ്പോൾ എന്താക്കണം? അത് ഡെബിറ്റ് ചെയ്യണം. ബാധ്യത എന്താക്കുകയാണ്? കുറയുകയാണ്. അപ്പോൾ അതെന്താക്കണം? ഡെബിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം, എയും ബിയും പാർട്ണർമാരാണ്. ദേ ഡിസൈഡഡ് ടു ഡിസോൾവ് ദ ഫേം. അവരെന്ത് തീരുമാനിക്കുകയാണ്? ഫേം പൂട്ടിപ്പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് 31 ഡിസംബർ 2018. അപ്പോൾ ജേണൽ എൻട്രിയാണ് ഇത്. നമ്മളിവിടെ പറഞ്ഞു റിയലൈസേഷൻ എക്സ്പെൻസസിൻ്റെ ജേണൽ എൻട്രി നമ്മൾ പറഞ്ഞു. ഒരു അസറ്റ് ഒരാൾ എടുക്കുകയാണെങ്കിൽ എന്താണ് ജേണൽ എൻട്രി എന്നുള്ളതും നമ്മൾ പറഞ്ഞു. പിന്നെ ഇത് തിരിച്ചാണ്. ഇതെന്താണെന്നറിയോ? ലയബിലിറ്റീസാണ്. ക്രെഡിറ്റേഴ്സിനെ ഞാൻ പിരിച്ചു വിട്ടോളാം എന്നൊരാൾ പറഞ്ഞു. ക്രെഡിറ്റേഴ്സിന് എന്തായിക്കോളാം, ഞാൻ പൈസ കൊടുത്തോളാം എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഇവിടെ നോക്കുക, ക്രെഡിറ്റേഴ്സിന് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത്രയും പൈസ എന്താക്കണം? നമ്മൾ ബിസിനസ് അയാൾക്ക് കൊടുക്കാണ്ടാവും. അപ്പോൾ അയാളുടെ ക്യാപിറ്റൽ എന്താക്കണം? വീണ്ടും കൂടുകയാണ്. അപ്പോൾ നോക്കുക, ടു ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ കൂടുന്നുണ്ടെന്നോ അവിടെ ക്യാപിറ്റൽ വർദ്ധിക്കുമ്പോൾ ക്രെഡിറ്റ് ഭാഗത്താണ് രേഖപ്പെടുത്തുന്നത്. മേലെ റിയലൈസേഷൻ അക്കൗണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ജേണൽ എൻട്രി വരിക. അടുത്ത ചോദ്യം, കംപ്ലീറ്റ് ദ ജേണൽ എൻട്രി പാസ് എടുത്ത ഡിസൊല്യൂഷൻ്റെ സമയത്ത് താഴെ വരുന്ന ജേണൽ എൻട്രി എന്താണ് ഇതാണ് പറഞ്ഞത്? പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. ഇതെന്താണെന്നറിയോ? അസറ്റ് ടേക്കൺ ഓവർ ബൈ എ പാർട്ണർ. ഇത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ എന്താണ് ജേണൽ എൻട്രിയാണ്. ഒരാൾ അസറ്റ് എടുക്കുകയാണെങ്കിൽ അത്രയും അസറ്റിൻ്റെ പൈസ എന്താക്കുന്ന മൂപ്പരെ ക്യാപിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കും. അപ്പോൾ ക്യാപിറ്റൽ എന്താവും? കുറയും. ഓക്കെ, അടുത്തത് ഡാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, ആദ്യം എന്താക്കി? നമ്മൾ അസറ്റ് മൊത്തം നമ്മൾ ഈ ഭാഗത്ത് എഴുതി. അസറ്റ് വിൽക്കുന്ന സമയത്ത് പിന്നെ എവിടെയാണ് നമ്മൾ എഴുതുക? ഈ ഭാഗത്താണ് എഴുതുക. ഓക്കെ, അപ്പോൾ സെയിൽ ഓഫ് അസറ്റ് എന്നല്ല പറഞ്ഞത്. അപ്പം ഇതാണ് ഡെബിറ്റ് ഭാഗത്ത് ഉണ്ടാവുക. വിറ്റത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റിയലൈസേഷൻ. അപ്പോൾ ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. ക്ലിയർ ആണോ? അടുത്ത നോക്കുക, പേയ്മെൻറ്റ് ഓഫ് റിയലൈസേഷൻ എക്സ്പെൻസ്. റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുത്തു. റിയലൈസേഷൻ എക്സ്പെൻസ് നമ്മൾ ഈ ഭാഗത്താണ് ഇത്. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് റിയലൈസേഷൻ. വളരെ സിമ്പിളാണ്. ഓക്കെ,
അടുത്ത ചോദ്യം, റൈറ്റ് ആൻഡ് 3 ഡിഫറൻസസ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്, ഡിസൊല്യൂഷൻ ഓഫ് ഫേം. അത് രണ്ടും തമ്മിലുള്ള മാറ്റം എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഓക്കെ. അടുത്തത്, മെൻഷൻ എനി 3 കേസസ് ഇൻ വിച്ച് കോർട്ടർ മേ ഓർഡർ ഫോർ ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഫേം എന്താവുകയാണ്, ഫേമിനോട് കോടതി പറയാണ് ഇത് പൂട്ടിപ്പോവാൻ. അങ്ങനത്തെ ഒരു 3 കേസ് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഇനി എന്തായാലും ബിസിനസ് നടത്തിയിട്ട് നഷ്ടമല്ലാതെ ഉണ്ടാവാൻ സാധ്യതയില്ല, ആ സമയത്ത് ബിസിനസ് കോർട്ട് എന്താക്കും, അവരോട് നിർത്തി പോകാൻ വേണ്ടി പറയും. ഓക്കെ. നിരന്തരമായിട്ട് എന്താവുകയാണ്, ഇവർ ബിസിനസ്സിൻ്റെ അഗ്രിമെൻറ്റ് തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ എന്താക്കും, കോർട്ട് നിർത്തി പോകാൻ വേണ്ടി പറയും. അതല്ലെങ്കിൽ ഇവരെന്താവുകയാണ്, പാപ്പരായിട്ട് പ്രഖ്യാപിക്കുകയാണ്, ആ സമയത്ത് എന്താക്കും, നിർത്തി പോകാൻ വേണ്ടി പറയും. ഓക്കെ. അടുത്ത ചോദ്യം, പ്രിപ്പയർ റിയലൈസേഷൻ അക്കൗണ്ട്. റിയലൈസേഷൻ അക്കൗണ്ട് ഉണ്ടാക്കാനുള്ളത്, ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പ്രോബ്ലം തുടങ്ങുകയാണ്. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ വേറെ അടുത്ത വീഡിയോയിൽ എന്താവുന്നു, ഇവിടുന്ന് അങ്ങോട്ട് ഇനി മൊത്തം പ്രോബ്ലമാണ് വരുന്നത്. അത് നമ്മൾ ഒറ്റ വീഡിയോ ആക്കിയിട്ട് എന്താവും ഇൻഷാ അല്ലാഹ് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ. കുറച്ച് ഭാഗം കൂടെ ഉള്ളൂ, അതോടുകൂടെ എന്തായി നമ്മൾ ഏകദേശം എല്ലാ ചാപ്റ്ററും എന്തായി ഉണ്ടാവും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ്. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും.